ഹലോ വെൽക്കം ബാക്ക് ടു ഗായൂസ് വേൾഡ്. എല്ലാവർക്കും ഗായൂസ് വേൾഡിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്കിന്നൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ആയുർവേദിക് സോപ്പ് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സോപ്പ് തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തുളസി, അലോവേറ ജെൽ, പച്ചമഞ്ഞൾ, മഞ്ഞൾപ്പൊടി, നീലയാമരി പൗഡർ, ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കാം. പിന്നെ അതങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആവശ്യം പിയർ സോപ്പിൻ്റെ കുറച്ച് ക്യൂബ്സ് ആണ്, പിന്നെ ഒരു കണ്ടെയ്നറും. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദോശ തവ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് നമുക്ക് ഈ പിയർ സോപ്പിൻ്റെ ക്യൂബ്സ് അതിലിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് അത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് സ്റ്റവിൽ നിന്ന് അത് മാറ്റി വെക്കാം. എന്നിട്ട് നേരത്തെ അരച്ച ആ പേസ്റ്റ് ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു സോപ്പിൻ്റെ ഷേപ്പിലൊരു കണ്ടെയ്നർ മാറ്റി വെച്ചില്ലേ, അതിലോട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ മിക്സ്ചർ നമുക്ക് അതിലോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സോപ്പിൻ്റെ പരുവത്തിൽ ഇതാക്കി എടുക്കണ്ടേ, അതിനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് വെച്ചിരിക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് അത് കട്ട പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒന്ന് സോപ്പ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കറക്റ്റ് സോപ്പിൻ്റെ ഷേപ്പിൽ ആയി കിട്ടും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, കറക്റ്റ് സോപ്പിൻ്റെ ഷേപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദിക് സോപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടായിരിക്കും. കാരണം വേറെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.